വയനാട് കമ്പളക്കാട് കോളനികളിലേക്ക് അടക്കമുള്ള പൂന്തോട്ടം ചിറ്റൂർ റോഡ് തകർന്ന് തരിപ്പണമായിട്ട് വർഷങ്ങളായി. നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചിറ്റൂർ, ചിത്രമൂല, പഴങ്കുനി തുടങ്ങി നിരവധി വനവാസി കോളനികളിലേക്ക് അടക്കമുള്ള റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. 2 വാർഡുകളുടെ നടുക്കായി സ്ഥിതി ചെയ്യുന്ന റോഡിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കുന്നില്ല. 8 വർഷത്തോളമായി റോഡിൽ പണി നടന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കമ്പളക്കാട് വരുതൂര് ടച്ച് ചെയ്യുന്ന റോഡാണ്. ഈ റോഡിൻ്റെ ശോധനാവസ്ഥ എന്ന് പറഞ്ഞാൽ കുറേ കാലമായി ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട്. ഈ റോഡിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഈ ഭരിക്കുന്ന പഞ്ചായത്തിൻ്റെ ആൾക്കാരോട് പറഞ്ഞു, അവർക്ക് ഫണ്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. മാറി മാറി വരുന്ന ആൾക്കാർ, ഇത് ഏറ്റവും കൂടുതൽ ആദിവാസികൾക്കാണ് ഈ റോഡിനെ കൊണ്ട് ഉപയോഗമുള്ളത്. ഒരു മഴക്കാലമായി കഴിഞ്ഞാൽ ഈ റോഡിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു രോഗിനെ കൊണ്ടുപോകാനോ ഒരു വണ്ടി പിടിച്ചാലും പോലും വരില്ല. 10 രൂപ കൊടുക്കേണ്ട അടുത്ത് 20 രൂപയായിട്ട് ഡബിളായിട്ടാണ് അവരൊക്കെ പറയുന്നത്. അങ്ങനെയാണ് ഈ റോഡിൻ്റെ ശോധനാവസ്ഥ ഉള്ളത്. അപ്പം ഇവിടുന്ന് ഈ റോഡ് ടച്ച് ചെയ്ത് പോകുന്നത് ഈ പണി സമൂഹം ഒരുപാട് തിങ്ങി പറക്കുന്ന കുറച്ച് ഒരു കോളനി ഉണ്ട്. 2-3 കോളനി അവരെന്നെയാണ് തിങ്ങി പറക്കുന്നത്. ഈ റോഡിന് നന്നാക്കണമെന്ന് വാർഡ് മെമ്പറോട് പറഞ്ഞിട്ടും ഭരിക്കുന്ന പാർട്ടിയോട് ഈ പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിയോട് വരെ പറഞ്ഞിട്ട് ഇത് ഞങ്ങൾക്ക് നന്നാക്കി തന്നിട്ടില്ല. ഓട്ടോറിക്ഷ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോക്കാർ റോഡ് പൊട്ടിപ്പൊളിഞ്ഞത് കൊണ്ട് അധിക ചാർജുകൾ ചോദിക്കുന്നുണ്ട്. 60, 70, 80 ഉറുപ്പ്യൊക്കെയാണ് ഈ 3 കിലോമീറ്ററിന് വേണ്ടിയിട്ട് ചോദിക്കുന്നത്. ചിലപ്പോൾ 100 ഉറുപ്പ്യൊക്കെ ചോദിക്കും. കിട്ടുന്ന പോലെയൊക്കെയാണ് അവർ പറയുന്നത് റോഡ് മോശമാണെന്നൊക്കെ പറഞ്ഞ്. രാഹുൽ ഗാന്ധി ആണ് ഇവിടുത്തെ MP. ഇതുപോലെ ചെറിയ ഇത് മാത്രമല്ല, വേറെയും പഴയ പിന്നെ പോക്കറ്റ് റോഡുകളൊന്നും കാര്യമായിട്ട് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി കിടക്കുകയാണ്. കമ്പളക്കാട് നിന്നും മീനങ്ങാടി, പുൽപ്പള്ളി തുടങ്ങിയ പ്രധാന ടൗണുകളിലേക്ക് എത്താനുള്ള എളുപ്പമാർഗം കൂടിയാണ് ഈ വഴി. റോഡ് PWD ഏറ്റെടുത്തു എന്നാണ് നാട്ടുകാർക്ക് കിട്ടിയ മറുപടി. വർഷങ്ങളായി ഈ മറുപടിയാണ് ലഭിക്കുന്നതെന്നും യാതൊരു വിധത്തിലുള്ള നീക്കുപോക്കും ഉണ്ടായിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നു. ജനം, വയനാട്.